അനിയൻകുട്ടാ. മോനെ ഉവാവ് വരാതിരിക്കാൻ ഈ കൊച്ചു കവിളൊരു ഉമ്മ വന്നേ. ഉവാവ് വരാതിരിക്കണമെങ്കിൽ കറക്കം കുറയ്ക്കണം നിന്റെ. ഒരു ഉമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ തല കുണിച്ചത്, അല്ല തലേക്കറല്ല, ഒറ്റ ഇടി വെച്ചെന്നാണ്ടല്ലോ. ആ എന്റെ സ്വഭാവം മാറ്റില്ലേ, കറങ്ങി നടക്കുന്ന പോലും. ഞാൻ കറങ്ങി നടന്നാലേ നമ്മുടെ മലയാള ശബ്ദം പത്രം ഇറങ്ങൂ. വിശ്വലക്ഷ്മി തമ്പുരാട്ടി, ഞാൻ കൈകാര്യം ചെയ്യുന്ന എന്റെ നാട് എന്ന കോളത്തിന്റെ റീഡർഷിപ്പ് എത്രയാണെന്ന് മുത്തശ്ശിക്ക് അറിയോ? അറിഞ്ഞു. ആ എനിക്കറിയാം. ആ പത്രങ്ങളിൽ വരുന്ന പ്രതികരണങ്ങൾ വായിക്കാറുണ്ടോ? ഞാൻ വായിക്കാറുണ്ട്. എന്റെ നാട് കോളം ശക്തമാവുന്നുണ്ട്, പൂർവാധികം ശക്തമാവുന്നുണ്ട്. കാര്യം പറയുന്നതിന്റെ ഇടയിലാണോ കാല് പിടിക്കുന്ന ഇഡിയറ്റ്? ഞാൻ മുത്തശ്ശിയുടെ കാല് പിടിക്കുന്ന അനിയൻ എന്താ വലിയ ആള്. മുത്തശ്ശി, ഈ ആഴ്ചത്തെ വനിതാ പങ്ക്തി എങ്ങനെയുണ്ട്? പോരാ, ഒരു വായനക്കാരന്റെ പ്രതികരണമാണ്. സ്ത്രീ വിമോചനത്തെ പറ്റി ഞാൻ എഴുതിയത് ഒരു നല്ല ലേഖനായിരുന്നില്ല മുത്തശ്ശി? അല്ല, ചോദിച്ചില്ല. വേറൊരു വായനക്കാരന്റെ പ്രതികരണമാണ്. ഒരു വായനക്കാരിയോട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ പ്രതികരണം അറിഞ്ഞാൽ മതി. പോരാ മോളെ. മുത്തശ്ശി, പോരാ മോളെ എന്നല്ല, തീരെ പോരാ മോളെ, വളരെ മോശം. എടി കാലുപിടുത്തക്കാരി, നീ ഈ എഴുത്തുപുര വീട്ടിലെ ഒരു അംഗമായി പോയതുകൊണ്ടും മരിച്ചുപോയ എന്റെ ഒരേ ഒരു അമ്മാവൻ ഗോദവർമ്മ തമ്പുരാന്റെ മകളായി പോയതുകൊണ്ടും ഈ പത്രത്തിന്റെ പത്രാധിപർ, അതായത് എന്റെ അച്ഛൻ, ആ ബന്ധത്തിൽ നിന്റെ അമ്മാവനായി പോയതുകൊണ്ടും മലയാള ശബ്ദം പത്രം നമ്മുടേതായി പോയതുകൊണ്ടും ആയതുകൊണ്ടും മാത്രമാണ് നിന്റെ ഈ ചവർ ആശയങ്ങളിൽ അച്ചടിച്ചു വരുന്നത്. മേലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള സമ്പ്രദായങ്ങളിലേക്ക് കടക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ ഒരൊറ്റ ചവർ സാരം ഞാൻ ഇതിലെടുപ്പിക്കില്ല. അതിന് നിന്നെ ആരാ അപ്പോയിന്റ് ചെയ്തത്? പിന്നല്ലേ രാജിവെക്കുന്നത്? ആ അച്ഛാ, ഞാനിപ്പോ കുറെ നാളായിട്ട് ഇവക്ക് ഞാൻ എന്താ CM-ന്റെ പ്രസ് കോൺഫറൻസ് എപ്പോഴാ? ഉച്ചയ്ക്ക് 2 മണിക്ക്. അല്ല പേട്ടാ, അത് ജേക്കബ് അറ്റൻഡ് ചെയ്തു വെച്ചാ. ജേക്കബ് ഒന്നും അറ്റൻഡ് ചെയ്താ പോരാ, അത് നീ തന്നെ അറ്റൻഡ് ചെയ്യണം. അനാവശ്യമായ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാറില്ല. അനാവശ്യം അങ്ങേക്കല്ലേ തോന്നുന്നത്? ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, ഈ നാട്ടിലെ ജനങ്ങൾക്ക് തോന്നുന്നു. ജനങ്ങളുടെ ആവശ്യം സർക്കാരിന്റെ കണ്ണിൽ അനാവശ്യമാകുന്നതാണ് അങ്ങയുടെ ഭരണത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണം. നിഷേധിക്കാൻ പറ്റുമോ? മിസ്റ്റർ രവിവർമ്മ വളരെ അജിറ്റേറ്റഡ് ആണല്ലോ. രവിവർമ്മ അല്ല, എന്റെ സൊസൈറ്റി ഈസ് അജിറ്റേറ്റഡ്. യു കനോട്ട് ജസ്റ്റ് സിംപ്ലി റൂൾ ഔട്ട് പബ്ലിക് ഒപ്പീനിയൻസ്. നമുക്ക് ഇവിടെ നിർത്താം അല്ലേ? മുത്തശ്ശിയുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അച്ഛനെ അന്വേഷിച്ചായി പറയും. വരട്ടെ. ഓക്കെ. ഇതൊന്നും പ്രൊഫഷണലിസം അല്ലമ്മേ, ചീപ്നെസ്, ഓവർ സ്മാർട്ട്നെസ്. നീ അവനോടൊന്നും സംസാരിക്കണ്ട, ഞാൻ പറഞ്ഞോളാം. ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് അവന്റെ വിചാരം? പവർ പൊളിറ്റിക്സിന്റെ ടാക്ടിക്സ് മനസ്സിലാക്കി ഞാൻ ഓരോ ചുവടും മുന്നോട്ട് വെക്കുക. ആൻഡ് ദിസ് ഫോൾ ഈസ് ആക്ടിംഗ് അഗൈൻസ്റ്റ് മൈ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ. ഐ കാൻ സ്റ്റാൻഡ് ദിസ്. കാലത്ത് വിവരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ ഒരു കണ്ണാടി വെച്ച് വിവരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഒരു ബുദ്ധിജീവിയുടെ ഗമയ്ക്ക് വേണ്ടിയായിരിക്കും. അനിയൻ ചേട്ടാ, പ്രസ് കോൺഫറൻസ് പ്രശ്നമാക്കിയിരിക്ക. അപ്പച്ചിയും അപ്പേട്ടനും അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ? ആരും എന്നോടൊന്നും പറയില്ല. നീ എന്താ വീട്ടിൽ പോകാതെ ഇവിടെ നിന്ന് കളഞ്ഞേ? എനിക്ക് മുത്തശ്ശിയുടെ കുറച്ച് റെഫറൻസ് ഒക്കെ ചോദിച്ചറിയാനുണ്ടായിരുന്നു. എന്താണ് മാഡം ടോപ്പിക്? ഞാൻ അഗ്നിദേവനെ കുറിച്ച് സ്റ്റഡി ചെയ്തോണ്ടിരിക്കുക. ഓഹോ, റെഫറൻസ് കൊടുത്ത് മുത്തശ്ശി ഉറക്കിയോ? ഇനി മുത്തശ്ശി ഉറങ്ങിയോന്ന്? ഇല്ലാന്ന്. ഇതെന്താ നാളെ പരീക്ഷ വല്ലതും ഉണ്ടോ ഇരുന്ന് പഠിക്കുന്നത്? നീ വല്ലതും കഴിച്ചോ? ആ ഞാൻ കഴിച്ചോളാം. ലൈറ്റ് അടച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. കൊച്ചു പിള്ളേര് ഇങ്ങനെ ഉറക്കം അടക്കരുത്. അച്ഛൻ കഴിച്ചോ? അപ്പച്ചിയും അപ്പേട്ടനും കഴിച്ചു, അമ്മാവനും കഴിച്ചെന്നാ തോന്നുന്നോ? അദ്ദേഹം കഴിച്ചിട്ടില്ല. അച്ഛാ, അച്ഛൻ ഊണ് കഴിക്കണ്ടേ? ഉറങ്ങിപ്പോയി, ആരും വിളിച്ചില്ല. വന്നേ. അമ്മാവൻ കഴിച്ചില്ലെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ അന്വേഷിച്ചില്ല. നീ സൊസൈറ്റി കൾച്ചറിലേക്ക് മാറുവാണ് സുധു. എന്തിനാ സ്പെക്സ് മാത്രമായി കളഞ്ഞ മുടിയും ബാബയും ചൂണ്ടി ചായന്തേക്ക്? സൊസൈറ്റിക്ക് എന്താ കുഴപ്പം? ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടാറില്ല, അത് തന്നെയാണ് കുഴപ്പം. ഭർത്താവിന് ആഹാരം വിളമ്പി കൊടുത്തിട്ട് നല്ല തറവാട്ടിലെ സ്ത്രീകൾ ആഹാരം കഴിക്കൂ. എന്റെ അമ്മ ഇപ്പൊ അത് ചെയ്യാറില്ല. നീ എന്നെ പഠിപ്പിക്കണ്ട. ആദ്യ ഭാവങ്ങളെ പുന്നാരമോന്റെ MBA ഡിഗ്രിയും അമേരിക്കൻ ചിട്ടയും കണ്ട് അമ്മ മേളിക്കരുത്. മൈൻഡ് ചെയ്തിട്ട് തന്നെ പറയുന്നത്. അച്ഛന്റെ കാര്യങ്ങളുള്ള അവഗണന ഈ വീട്ടിലൊരു പതിവായിട്ടുണ്ട്. അച്ഛനോട് മിണ്ടാട്ടമില്ല. അച്ഛൻ ഈ വീട്ടിലുണ്ടോ ഇല്ലെന്ന് പോലും ആരും ശ്രദ്ധിക്കാറില്ല. ഞാൻ സഹിക്കില്ലത്.
ഈ വീട്ടിൽ മുത്തശ്ശി കഴിഞ്ഞാൽ പിന്നെ അച്ഛനാ വലുത്, അമ്മയല്ല. എന്താ അവിടെ ഷൗട്ടിങ്? എന്താ ഇവിടെ? എന്താ കാര്യം? അച്ഛൻ ഇതുവരെ ഉണ്ടിട്ടില്ല, ആരും അത് തിരക്കിയില്ല. എല്ലാരും ഊണും കഴിഞ്ഞ് കൈയും കഴിയങ്ങ് പോയി. അതിന് ഉരുട്ടി കൊടുക്കേണ്ട പ്രായമല്ലല്ലോ അച്ഛന്. അത് എന്റെ MBA സംസ്കാര. That's your standard, idiot. നാശം. ആ ഇടയ്ക്കായിരുന്നു ഞാൻ കിണവർക്ക് തേങ്ങ അരയ്ക്കും. ഉറങ്ങാൻ നേരത്തെ ഒരു ദുന്തും ദുന്തും ദുന്തും. അനിച്ചേട്ടാ, ഞാൻ അറിഞ്ഞില്ല അനിച്ചേട്ടാ. പ്ലീസ്, എനിക്കിതൊക്കെ പേടിയാ. ഇനി ഞാൻ എല്ലാം നോക്കി ചെയ്തോളാം. അനിച്ചേട്ടാ, അനിച്ചേട്ടാ. പോ. വാ വരാൻ. അണ്ണ, ഇതാണ് പരീത് സായിപ്പ്. ആരുടെങ്കിലും കൈ വെട്ടണോ 1000 രൂപ ഇങ്ങനെ കൊടുത്താൽ മതി. കാല് വെട്ടണമെങ്കിൽ 2000 രൂപ. എതിർക്കണവന്റെ ഒന്നും തല പോലും മിച്ചം കാണത്തില്ല. ഇയാള് ഇപ്പോഴും അനിയൻ കുഞ്ഞെ ആ ഹാൻഡിലോട്ട് കൈവയ്ക്കേ. കണ്ണൊക്കെ കുത്തി പൊട്ടിക്കാതെ ദേ. ഞാൻ ഇതിലോട്ടൊന്ന് തൂക്കിക്കോട്ടോ. ആ തോളത്തോട്ട് അത് തൂക്കിയിട്ട് ആ ഹാൻഡിലോട്ട് പിടിക്കേ. തോളി തൂക്കിയിട്ട് തിരിഞ്ഞിരുന്നാ മതി. മാറാനുള്ള പ്രവേശ ഭംഗി. തലതിരിഞ്ഞവന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നും. ഞാനിത് ആദ്യമായിട്ടൊന്നും അല്ല കുഞ്ഞെ. അമ്പലപ്പുഴ ഉത്സവത്തിന് വിമാനത്തിന്റെ പുറത്തിരുന്ന് ഒരു പടം എടുത്തിട്ടുള്ളതാ. ആ വിമാനം അങ്ങ് ചതിലെടുത്തു പോയി. ആ, സൂക്ഷിക്കണം. ഈ മാരാർ എവിടെ ഇരുന്നാലും തുരുമ്പെടുക്കും. അതാ പ്രമാണം. അനിയൻ ചേട്ടാ, ആ യമഹക്കാർ പുതിയൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട്.
37,250 രൂപയേ ഉള്ളൂ. എക്സ്ട്രാകളൊന്നും ഇല്ലാതെ ഞാനൊരെണ്ണം വാങ്ങിക്കോട്ടെ? വേണ്ട. അതെന്താ? എന്റെ അമ്മ ഇവിടുത്തെ അടുക്കളക്കാരി ആയിരുന്നോണ്ടാണോ ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത്? മോനെ കുഞ്ചു, ഈ ചെറുപ്രായത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് ഒരു ഭാരം ഇല്ലയോ? അനിയൻ ചേട്ടാ അപ്പേട്ടനോട് ഒന്ന് പറ പ്ലീസ്. ഞാനും അങ്ങേരുമായിട്ടുള്ള ഇരിപ്പ് വശം ഇന്നലെ രാത്രി കൃത്യം 10:15 മണിക്ക് തെറ്റി. ഒഴിവാക്കണമെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് ഇപ്പൊ ചെയ്യാവുന്ന നീ ബൈക്കിലോട്ട് കയറിയിരിക്കാൻ നല്ലൊരു പടം എടുത്തു തരാം. മാരാരെ അതേ കയറി ഒട്ടിയിരിക്കാ താഴോട്ടിറങ്ങ്. ഇയാൾ ചത്തോ? ഇപ്പൊ തന്നെ എന്റെ എടുത്തേനെ. ചേക്കുട്ടി, സുദർശന എന്ന് വെച്ചാ എന്താ മീനിങ്? നല്ല കാഴ്ചയുള്ള കുട്ടിന്നാണോ അതോ കാണാൻ കൊള്ളാവുന്ന കുട്ടിന്നാണോ? രണ്ടും ആയിക്കോട്ടെ, അതല്ലേ നല്ലത്. രണ്ടും എനിക്ക് ചേരില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. ആര് പറഞ്ഞു? എന്റെ കണ്ണടയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോ സ്മാർട്ട് ലുക്കിംഗ് ഇന്റലിജന്റ് ഗേൾ ആയിരിക്കുന്നു. താങ്ക് യു. ഇനി കല്യാണം കൂടി കഴിക്കേ വേണ്ടു. ജയശ്രീക്ക് ഒരു കല്യാണ ആലോചന നടക്കുന്നില്ലേ? ആലോചന നടക്കുന്നുണ്ട്, വീട്ടിലല്ല, എന്റെയും ഡോക്ടർ മധുവിന്റെയും മനസ്സിൽ. മധുവിനെ താൻ കണ്ടിട്ടുണ്ട്. വിഷമം തോന്നരുത്, അത് നടക്കില്ല. ജയശ്രീക്ക് തീരെ പ്രതീക്ഷിക്കാത്ത വേറൊരു മാരേജാ നടക്കുക. നടക്കുകയാണെങ്കിൽ ഇതേ നടക്കൂ, അല്ലെങ്കിൽ വേറൊന്നും ഉണ്ടാവില്ല. എങ്കിൽ ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചു. ഹാരൻ ഇൻട്യൂഷൻ താനായതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു. എഴുത്തുപുരയിലെ അല്ലേ താൻ? ഇൻട്യൂഷനും ഫാന്റസിയും ഒക്കെ മുത്തശ്ശിയുടെ പാരമ്പര്യ സ്വത്തായിരിക്കും. Is she all right? She is just fine. ഇന്നും പോയിരിക്കുക വേറൊരു സ്വീകരണത്തിന്. അകത്തേക്ക് കയറിയിരിക്കാം. വേണ്ട വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അത് ഉള്ളില് നല്ല കാറ്റുണ്ടെന്ന്. ഏത് നല്ല കാറ്റുണ്ട്. ഉള്ളി കാറ്റല്ല, നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പെൺപിള്ളേരുടെ ഇടയിൽ കൂടെ പറന്ന് നടക്കാനുള്ള പൊതുവെ. അയ്യേ ഞാനാ ടൈപ്പല്ല. പിന്നെ നീ ടൈപ്പാ? ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും എന്നെ തെറ്റിച്ച്. ശരി ശരി, പോട്ടെ 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 പോട്ടെ. നിങ്ങളെല്ലാം എന്റെ പേരക്കിടാങ്ങളാ. പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല, പെറുപെറുക്കാനേ അറിയൂ. അതും എന്നോട് തന്നെ പെറുപെറുക്കാൻ. അത് തന്നെയാ എന്റെ കവിതകളും. ഇപ്പോ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഉഷസന്ധ്യയോട് സായം സന്ധ്യ എന്തോ പെറുപെറുക്കയാണെന്നാ. ഇവിടെ ഞാനും നിങ്ങളും കവയത്രിയും ആസ്വാദകരുമല്ല, ഒരു കാവ്യം തന്നെയാ. മുത്തശ്ശി ഒരു കവിത ചൊല്ലണം. ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഓർമ്മക്കുറവുണ്ട്. 4 വരി മതി മുത്തശ്ശി. അനിയൻകുട്ടാ, അണ്ണാ അണ്ണനെ മൈക്ക് വിളിക്കുന്നു. മൈക്കല്ലടാ, മുത്തശ്ശി. ഞാനും കൂടെ വരട്ടെ? എന്തിന്? പെണ്ണുങ്ങളുടെ കോളല്ലേ അണ്ണ, ഒറ്റയ്ക്ക് പോകുന്നത് റിസ്ക് അല്ലേ? എനിക്ക് യാതൊരു പേടിയില്ല. അണ്ണാ ഞാനും കൂടെ. പറഞ്ഞ ആ. വാ. മോനെ, കുട്ടിയോള് കവിത ചൊല്ലണോന്ന് പറയണു. എനിക്കൊന്നും ഓർമ്മയില്ല. ഏതാ ഇപ്പൊ ചൊല്ലുക? ഓർമ്മക്കൂട്ടിലെ ഒറ്റക്കിളി. വരികൾ എങ്ങനെയാ? അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നി സ്ഫുടം ചെയ്തെടുത്ത മനസ്സാം ശംഖമോദി. എന്നെ കൊണ്ടാവില്ല കുട്ടി, നീ തന്നെ ചൊല്ലുമോ. ഞാനോ? ഇത്രയും പെൺകുട്ടികളുടെ മുമ്പ് വെച്ചോ? ഇവൻ ഭംഗിയായി ചൊല്ലും എന്റെ കവിത. ആ. നല്ല മുത്തശ്ശിയാ.